നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. ജയിൽ ചാടിയ മിന്റു പിടിയിൽ. ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട ഖാലിസ്ഥാൻ ഭീകര നേതാവ് ഹർമീന്ദർ സിംഗ് മിന്റു ഡൽഹിയിൽ അറസ്റ്റിൽ. പഞ്ചാബിലെ നാഭ ജയിലിൽ നിന്ന് ഇന്നലെ രാവിലെ മിന്റുവിനൊപ്പം പുറത്തു ചാടിയ മറ്റ് 5 പേർക്കായി തിരച്ചിൽ ശക്തം. തീവ്രവാദികളെ രക്ഷപ്പെടുത്തിയത് ജയിൽ ആക്രമിച്ച സായുധ സംഘം. പഞ്ചാബിൽ അതീവ സുരക്ഷയുള്ള നാഭ ജയിലിൽ ആയുധധാരികളായ 10 അംഗ സംഘം എത്തിയത് പോലീസ് വേഷത്തിൽ. വെടിവയ്പ്പിനിടെ രക്ഷപ്പെട്ട മിന്റുവും മറ്റു തടവുകാരും കടന്നത് ജയിലിന് പുറത്തു നിർത്തിയിട്ടിരുന്ന വാഹനത്തിൽ. ജയിൽ ആക്രമണ പദ്ധതിയെക്കുറിച്ച് ഇവർക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നും നിഗമനം. നിരോധിത സംഘടനയായ ഖാലിസ്ഥാൻ ലിബറേഷൻ ഫോഴ്സ് മേധാവിയായ ഹർമീന്ദർ സിംഗ് മിന്റു 10 തീവ്രവാദ കേസുകളിൽ പ്രതി. 2 വർഷം മുൻപ് മിന്റു അറസ്റ്റിലായത് തായ്ലൻഡിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വരവിൽ ഡൽഹി രാജ്യാന്തര വിമാനത്താവളത്തിൽ വെച്ച്. മിന്റുവിന് പാക് ചാര സംഘടനയായ ISIയുമായി ബന്ധമെന്ന് പോലീസ്. കമ്മീഷന്റെ വെടിമുഴക്കം. പുറ്റിങ്ങിൽ വെടിക്കെട്ട് ദുരന്തത്തിലെ അന്വേഷണ കമ്മീഷൻ റിട്ടയർഡ് ജസ്റ്റിസ് N കൃഷ്ണൻ നായരുടെ രാജിക്കാര്യത്തിൽ അന്തിമ തീരുമാനം മുഖ്യമന്ത്രിക്ക്. കമ്മീഷന് പ്രവർത്തിക്കാൻ വേണ്ടുന്ന സഹായം നൽകാത്തതിൽ പ്രതിഷേധിച്ച് ആഭ്യന്തര സെക്രട്ടറിക്ക് കൃഷ്ണൻ നായർ രാജിക്കത്ത് നൽകിയത് കഴിഞ്ഞ ദിവസം. രാജി സർക്കാർ സ്വീകരിക്കാനിടയില്ലെന്ന് സൂചന. അന്വേഷണം പോലും ആരംഭിക്കുന്നതിന് മുൻപ് സർക്കാരിന്റെ നിഷേധാത്മക നിലപാട് മൂലം ഒരു കമ്മീഷന് രാജിവെക്കേണ്ടി വരുന്നത് സംസ്ഥാനത്ത് ആദ്യം. തന്റെ രാജി വ്യക്തിപരമായ കാരണങ്ങളാലെന്ന് ജസ്റ്റിസ് കൃഷ്ണൻ നായരുടെ പ്രതികരണം. അന്വേഷണവുമായി ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റോ. വഴിയടയ്ക്കുന്ന നോട്ട്. കറൻസി നിരോധനത്തിലും സഹകരണ പ്രതിസന്ധിയിലും പ്രതിഷേധിച്ച് LDF ആഹ്വാനം ചെയ്ത സംസ്ഥാന ഹർത്താലിന് ഭാഗിക പ്രതികരണം. KSRTC ഉൾപ്പെടെ ബസ് സർവീസുകൾ മുടങ്ങിയെങ്കിലും സ്വകാര്യ വാഹനങ്ങൾ ഓടുന്നു. ഹർത്താലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതിനാൽ ബാങ്കുകളിൽ ഇടപാടുകാരുടെ തിരക്ക്. അതേസമയം നോട്ട് അസാധുവാകലിനെതിരെ ദേശീയതലത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ആഹ്വാനം ചെയ്ത പ്രതിഷേധ ദിനാചരണം തുടരുന്നു. ആക്രോശ് ദിവസ് ഭാരത ബന്ദ് അല്ലെന്ന വിശദീകരണവുമായി കോൺഗ്രസ് നേതാവ് ജയറാം രമേശ്. പ്രതിഷേധത്തെ ബന്ദെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് മോദി ചെയ്യുന്നതെന്നും ആക്ഷേപം. ആക്രമണമോ അരുംകൊലയോ. നിലമ്പൂരിൽ 2 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടത് വ്യാജ ഏറ്റുമുട്ടലിൽ എന്ന ആക്ഷേപങ്ങൾക്കിടെ പോലീസിനെ പ്രതിക്കൂട്ടിലാക്കി മാവോയിസ്റ്റ് വക്താവിന്റെ മൊഴി. കരുളായി വനത്തിൽ പോലീസ് നടത്തിയത് ഏകപക്ഷീയ വെടിവയ്പായിരുന്നു എന്നാണ് ആക്ഷേപം. അക്ബർ എന്ന് പരിചയപ്പെടുത്തിയ ആൾ ടെലിഫോണിൽ സംസാരിച്ചത് നിലമ്പൂരിലെ മാധ്യമ പ്രവർത്തകരോട്. വനത്തിലെ താവളത്തിൽ പോലീസ് എത്തുമ്പോൾ കുപ്പു ദേവരാജ് കടുത്ത പ്രമേഹം കാരണം കിടപ്പിലായിരുന്നു എന്ന് വെളിപ്പെടുത്തൽ. ടെന്റിലുണ്ടായിരുന്ന അജിത മഞ്ഞപ്പിത്തം ബാധിച്ച് അവശനിലയിലായിരുന്നു. പ്രത്യാക്രമണത്തിന് ശക്തരല്ലായിരുന്ന ഇവരെയാണ് പോലീസ് സംഘം വെടിവെച്ച് കൊന്നതെന്നാണ് ആക്ഷേപം. ഇന്നത്തെ സ്വർണ്ണ-വെള്ളി നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇരുട്ടിലും മിന്നും ഫയർഫ്ലൈ ഡയമണ്ട്സ് ബിഹാഫ് ഓഫ് തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം ഷാർജ. സ്വർണം ഗ്രാമിന് 2730 രൂപ, പവൻ 21,840 രൂപ, വെള്ളി ഗ്രാമിന് 48 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഇരുട്ടിലും മിന്നും ഫയർഫ്ലൈ ഡയമണ്ട്സ് ബിഹാഫ് ഓഫ് തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം ഷാർജ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം. നമസ്കാരം.